ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വെക്കാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കുന്നത്. നമുക്കറിയാം, വിളക്ക് എപ്പോഴും എല്ലാവർക്കും പ്രകാശം പരത്തണമെങ്കിൽ, എല്ലാ മുറി മൊത്തം പ്രകാശം പരത്തണമെങ്കിൽ അത് തണ്ടിന്മേലാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഉയർന്ന സ്ഥലത്താണ് വെക്കുന്നത്. അത് പറയിൻ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കാറ്റൊന്നും കയറാതെ ഓക്സിജനൊന്നും ഇല്ലാതെ അണഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ പാത്രം കൊണ്ട് മൂടിയാൽ അപ്പോഴും അത് അണഞ്ഞു പോകും. കട്ടിലിൻ കീഴിൽ വെച്ചാൽ അവിടെയും അത് അണഞ്ഞു പോകും. അപ്പോൾ ആ ഒരു വിളക്ക് കൊണ്ട് പ്രയോജനമില്ല. കാരണം ഈ വിളക്കിൻ്റെ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രകാശം എല്ലാവർക്കും അത് വെളിച്ചം കിട്ടണം. എങ്കിൽ മാത്രമേ ആ വിളക്ക് കൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വെക്കാൻ പാടില്ല. എന്താണ് പറ എന്ന് പറയുന്നത്? പറയെന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ധാന്യങ്ങളൊക്കെ അളക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ്, ഒരു യൂണിറ്റാണ് പറയെന്ന് പറയുന്നത്. അതുമല്ല, പണ്ട് രാജകൊട്ടാരങ്ങളിലൊക്കെ ഇങ്ങനെ നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ എണ്ണി തിട്ടപ്പെടുത്താതെ വണ്ണം ഇങ്ങനെ വരുമ്പോൾ അവരെ ഒരു പറയിൽ ഇങ്ങനെ ആക്കി ഒരളവ്, ആ പറയിൽ ഇത്ര ഉണ്ട്, അത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത്താണ് ഇതിൻ്റെ മൂല്യമെന്നും പറഞ്ഞ് പണം അളക്കാൻ, സമ്പത്ത് അളക്കാനായിട്ട് ആ സ്വർണ്ണ നാണയങ്ങളും അല്ലെ വെള്ളി നാണയങ്ങളും ഒക്കെ അളന്ന് മാറ്റുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് പറയെന്ന് പറയുന്നത്. അതുപോലെ ധാന്യങ്ങളായിക്കോട്ടെ, നെല്ല്, ഗോതമ്പ്, ഇതൊക്കെ അങ്ങനെ അളന്ന് മാറ്റാനുള്ള സാധനമാണ് പറ. ഇതെന്ന് പറയുന്നത് സമ്പത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിളക്ക് കത്തിച്ചിട്ട് അത് നമ്മളാകുന്ന വിളക്ക്, നമ്മളിൽ മാമോദീസായിലൂടെ നമ്മളിൽ ഒരു തിരി കൊളുത്തിട്ടുണ്ട്. നമ്മൾ ഉയർന്ന് ആ വിളക്ക് നമ്മളിൽ നിന്ന് പ്രകാശിച്ച് ഈ മറ്റുള്ള സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ പ്രകാശം പരത്തണം. അതിനെ പറയിൻ്റെ കീഴിൽ വെക്കാൻ പാടില്ല. അതായത് സമ്പത്ത് കൊണ്ട് മൂടാൻ പാടില്ല. സമ്പത്ത് കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ അത് കെട്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ സമ്പത്തിന് ആസക്തരാകരുത്. അതായത് സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കരുത്. ആത്മീയമായി മറ്റുള്ളവർക്ക്, ഈ സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ പ്രയോജനമുള്ളവരായി തീരണം. നമ്മളിലേക്ക് തന്നെ ഒതുങ്ങാതെ, നമ്മൾ തന്നെ കെട്ടുപോകാതെ, ഇങ്ങനെ സമ്പത്ത് കൊണ്ട് മൂടിയാൽ അത് കെട്ടുപോകും. അപ്പോൾ നമ്മൾ അണഞ്ഞ വെളുക്കിന് തുല്യമാണ്. അപ്പം അങ്ങനെ ആവരുതെന്നാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. രണ്ടാമത് പറയുകയാണ്, പാത്രത്തിൻ്റെ കീഴിൽ വെക്കാൻ പാടില്ല. പാത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, ആഹാരം കഴിക്കുന്നതിനുള്ളൊരു സാധനമാണ് ആ പാത്രം എന്ന് പറയുന്നത്. ആഹാരത്തിൻ്റെ സിമ്പിളാണ്. അതായത് അമിതാഹാരം, ഈ ഭക്ഷണപ്രിയരായിട്ട് നമ്മൾ അതിൽ ലയിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ആയാലും നമ്മുടെ ആ വിളക്ക് എങ്ങനെയാണോ പാത്രത്തിന് കീഴിൽ വെക്കുന്നത്, അതുപോലെ അമിതാഹാരത്തിന്, നമ്മൾ ആഹാരത്തിന് മാത്രം വേണ്ടി ജീവിച്ചാൽ, അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ആഹാരത്തിന് മാത്രമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലായിത്തീരുന്നാൽ ആ കെട്ടുപോയ വിളക്കിന് തുല്യമാണ്. മൂന്നാമത് പറയുകയാണ്, കട്ടിലിൻ്റെ കീഴിൽ വെക്കാൻ പാടില്ല. അതായത് തെറ്റായ രീതിയിലുള്ള ശയനമോഹമാണ്. നമ്മുടെ തെറ്റായ രീതിയിലുള്ള ശയനമോഹം, മറ്റുള്ള ആസക്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. കട്ടിലിൻ്റെ കീഴിൽ വെക്കാൻ പാടില്ല. അപ്പോഴും അണഞ്ഞു പോകും. അതായത് തെറ്റായ ദുർമാർഗം, അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഇതൊക്കെ ശയനമോഹങ്ങൾക്ക് ഉദാഹരണമാണ്. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളാകുന്ന വിളക്ക് അണഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു വിളക്ക് അണഞ്ഞു പോകുന്നതിന് തുല്യമാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വിളക്ക് എപ്പോഴും മാമോദീസായിലൂടെ നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ വരം അത് കത്തിയൊലിച്ച് സൽഫലങ്ങളായി മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതായി തീരണം എന്നാണ് പറയുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനെ കുറിച്ചൊരു ഇതുണ്ട്. അദ്ദേഹമാണ് വഴിവിളക്കുകൾക്ക് കാരണമായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിലാഡൽഫിയയിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് ചുറ്റും ഗ്രാമപ്രദേശമാണ്. അവിടെ എന്നും ഇങ്ങനെ അന്ധകാരമാകുമ്പോൾ അദ്ദേഹം റാന്തലിങ്ങനെ അദ്ദേഹത്തിൻ്റെ പടിവാതിക്കൽ ഇങ്ങനെ തൂക്കും. അപ്പോൾ അത് കണ്ട് ആ വെട്ടത്തിലൂടെ ആൾക്കാരിങ്ങനെ നടക്കും. ഇത് കണ്ട് അയൽവക്കാർക്ക് പ്രചോദനമായി അയൽവക്കക്കാരിങ്ങനെ തൂക്കാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ തൂക്കി ആ ഗ്രാമം മൊത്തം പ്രകാശം കൊണ്ട് നിരന്നു. ആ പ്രകാശമായി അന്ധകാരം, മറ്റെല്ലായിടത്തും അന്ധകാരമാകുമ്പോൾ ഈ ഫിലാഡൽഫിയയിലെ ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അവിടെ മാത്രം നല്ല പ്രകാശമായിരിക്കും.
ഇത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന ആശയമാണ്. അദ്ദേഹം കൊളുത്തിയ വിളക്ക്, ഇതാ ആ വിളക്ക് അങ്ങനെ കത്തി കത്തി ആ ഗ്രാമമാകെ പ്രകാശിച്ചു. അതിൽ നിന്നാണ് ഈ ഭരണാധികാരികളൊക്കെ കണ്ട് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ നമ്മുടെ ഉള്ളിലെ ആ വെളിച്ചം, ഒരു മെഴുകുതിരി, ആ മെഴുകുതിരിയിൽ നിന്ന് എത്ര കത്തിച്ചാലും ആ മെഴുകുതിരിയുടെ ശോഭ, ആ പ്രകാശം കെട്ടുപോകുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ പ്രകാശം മറ്റുള്ളവർക്ക് പകർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ പ്രകാശം ഒന്നുകൂടെ ജ്വലിച്ച് പ്രകാശിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ജീവിതത്തിൽ ഒരു കത്തി ജ്വലിക്കുന്ന ഒരു പ്രകാശമായി ഈ സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ പ്രകാശം കൊടുക്കുന്നതായി ജീവിക്കാം. ഇതാ ഈ ലൈറ്റ് ഹൗസ്, നമ്മൾ ലൈറ്റ് ഹൗസ് ഉണ്ട്, കടൽ തീരത്തൊക്കെയുള്ള ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് കപ്പലുകളും ഒക്കെ ബോട്ടുകളും ഒക്കെ ഒരു 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 ലക്ഷ്യമാണ്. അവിടെ ഇത്ര ദൂരമുണ്ട് ആ ലൈറ്റ് ഹൗസിൽ നിന്ന് പറയുമ്പോൾ ആ ലക്ഷ്യം നോക്കി ഒരു ഗതി നിയന്ത്രിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മുടെ ദിശ, നമ്മൾ സഞ്ചരിക്കുന്നുള്ള ആ ലക്ഷ്യത്തിനുള്ളിലേക്കുള്ള വഴിയാണ് പ്രകാശം എന്ന് പറയുന്നത്. അതുപോലെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ളൊരു പ്രകാശമായി, നല്ല ഒരു ഉദിച്ച് ഉയരുന്ന നക്ഷത്രമായി നമുക്ക് തീരാം. അപ്പം അതിങ്ങനെ അതുകൊണ്ട് നമ്മളാകുന്ന മാമോദീസായിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ആ വെളിച്ചം, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം, അത് പാത്രം കൊണ്ട് മൂടാതെ, പറയിൻ കീഴിൽ വെക്കാതെ, അല്ലെങ്കിൽ നിലവറയിൻ്റെ കീഴിൽ വെക്കാതെ, അല്ലെങ്കിൽ കട്ടിലിൻ്റെ കീഴിൽ വെക്കാതെ, അതെപ്പോഴും ജ്വലിച്ച് പ്രകാശിക്കുന്ന വെളിച്ചമായി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന, അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് നേരായ വഴിയിലൂടെ നടത്തി ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന ഒരു വിളക്കായി നമുക്ക് എപ്പോഴും ശോഭിക്കുവാൻ കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.